അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻസ്പെർ ടെക്നിക്കൽ PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സ്മിത്തിയുടെ റിയൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജസ്റ്റ് ബേസിക് സ്ട്രക്ചർ ഒക്കെ എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. FCC, BCC തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ഒരു ബേസിക് ആറ്റം തൊട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്രിസ്റ്റൽ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യം, ക്രിസ്റ്റൽ ലാറ്റിസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, പ്യൂർ സിലബസിലേക്ക് പോവാണ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് വിത്ത് സെക്കൻഡ് മോഡ്യൂൾ. ഈ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ആക്ച്വലി നെക്സ്റ്റ് മോഡ്യൂളുമായിട്ട് ഒരുപാട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ മെറ്റൽസ് ആൻഡ് അലോയ്സ് എന്ന് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മെറ്റൽസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കും, ടൈപ്പ് ഓഫ് മെറ്റൽ പഠിക്കും. അപ്പോൾ അത് ഫെറസും നോൺ ഫെറസും പഠിക്കും. അതിൽ തന്നെ ഫെറസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പിഗ് അയൺ പഠിക്കുമ്പോൾ പിഗ് അയൺ മാനുഫാക്ചറിംഗ് പ്രോസസ് പഠിക്കും. അത് എവിടെയാണുള്ളത്? സെക്കൻഡ് മോഡ്യൂളാണുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നമ്മളൊരു മൊഡ്യൂൾ വൈസ് എന്ന് പറഞ്ഞു പോകുന്നതിനെക്കാട്ടും നമുക്ക് കുറച്ചും കൂടെ പഠിക്കാൻ എളുപ്പവും പഠിക്കാൻ നല്ലതും എങ്ങനെയാണ്, നമ്മൾ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ബേസിക് ഐഡിയ തരാം. എന്താണ് മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ നമുക്ക് പ്രധാനമായിട്ടും എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? നോക്കിയേ, എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസിനെ പ്രധാനമായിട്ടും നമുക്ക് മെറ്റാലിക് മെറ്റീരിയൽസ് എന്നും നോൺ മെറ്റാലിക് മെറ്റീരിയൽസ് എന്നും ക്ലാസിഫൈ ചെയ്യാം. അതിൽ മെറ്റാലിക് മെറ്റീരിയൽസിനെ again we can classify into two, that is ferrous and non-ferrous. ഏതൊക്കെയാണ്? ഫെറസ് ആൻഡ് നോൺ ഫെറസ്. ഫെറസ് ആൻഡ് നോൺ ഫെറസ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ ഫെറസിലെ നമുക്ക് വീണ്ടും എന്താണ്, സ്റ്റീൽ ഉണ്ട്, കാസ്റ്റ് അയൺ ഉണ്ട്. കാരണം ഫെറസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അയൺ കണ്ടന്റ് ഇതിൽ കയറി വന്നിട്ടുണ്ട്, അയൺ ഉണ്ട്. ഇനി സ്റ്റീൽസിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു, പ്ലെയിൻ, കാർബൺ ആൻഡ് അലോയ് സ്റ്റീൽ. പ്ലെയിൻ, കാർബൺ സ്റ്റീൽ ആൻഡ് അലോയ് സ്റ്റീൽ. നെക്സ്റ്റ് കാസ്റ്റ് അയൺ, ഗ്രേ, വൈറ്റ്, മാലിബിൾ, ടെക്സ്റ്റൈൽ, ന്യൂഡുലാർ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഫർദർ ക്ലാസിഫൈ ചെയ്യാണ്. നോൺ ഫെറസിലെ അലൂമിനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, ടിൻ ഉണ്ട്, സിങ്ക് ഉണ്ട്, ലെഡ് ഉണ്ട്, നിക്കൽ ആൻഡ് അലോയ്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ? ഈ നോൺ മെറ്റാലിക് മെറ്റീരിയൽസ് ആണോ, അതിന് ഓർഗാനിക് എന്നും ഇൻഓർഗാനിക് എന്നും വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഓർഗാനിക് പ്ലാസ്റ്റിക്, വുഡ്, പേപ്പർ, റബ്ബർ, ലെതർ, പെട്രോൾ എന്നീ കാര്യങ്ങളും, ഇൻഓർഗാനിക് മിനറൽസ്, സിമെന്റ്, ഗ്ലാസ്, സെറാമിക്സ്, ഗ്രാഫൈറ്റ് എന്നീ കാര്യങ്ങളും കയറി വരുന്നു. അപ്പൊ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ ആദ്യമായിട്ട് നമുക്ക് പഠിക്കേണ്ടതാണ് ഫെറസ് ആൻഡ് നോൺ ഫെറസ് എന്ന് പറയുന്ന ഏരിയ. ഫെറസ് ആൻഡ് നോൺ ഫെറസ്. എന്താണ് ഫെറസ് മെറ്റൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്താണ്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഫെറസ് മെറ്റൽസ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ ഫെറസ് മെറ്റൽ പഠിച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഫെറസ് മെറ്റൽസ് ആൻഡ് അലോയ്സ് ആണ് ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും വൈഡ്ലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. കാരണം ഇതിന്റെ ഡെവലപ്മെന്റ് ടെക്നോളജി എന്ന് പറയുന്നത് വളരെ ഈസി ആണ്. കാരണം എന്താണ്, ഒരു വൈഡ് റേഞ്ച് ഓഫ് പ്രോപ്പർട്ടീസ് ആർക്ക് തരാൻ പറ്റുന്നുണ്ട്, ഈ ഫെറസ് മെറ്റൽസ് തരാൻ പറ്റുന്നുണ്ട്. ഇനി എക്കണോമിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു പെർ യൂണിറ്റ് ലെങ്തിൽ പറയുമ്പോൾ ഒരു ഫെറസ് മെറ്റൽസ് കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ നമുക്ക് ഇത് എങ്ങനെയാണ് കയറി വന്നതെന്ന് വെച്ചാൽ, ഇപ്പൊ ഫെറം എന്ന് പറഞ്ഞാൽ അയൺ എന്ന് മീൻ ചെയ്യുന്നത് ഒരു ലാറ്റിൻ വേർഡ് ആണ് ഫെറം എന്ന് പറയുന്നത്. ഫെറം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അയൺ. ഓക്കെ, അപ്പൊ അയൺ കണ്ടന്റ് ഉള്ളതിനൊക്കെ നമ്മൾ എന്തെന്ന് പറയുന്നു, ഫെറസ് മെറ്റൽസ് പറഞ്ഞു. ഓക്കെ, ക്ലിയർ? മെറ്റൽസ് that contain iron are classified as ferrous metals. ക്ലിയർ? ഇനി പ്രിൻസിപ്പൽ ഫെറസ് മെറ്റൽസിനെ നമുക്ക് വീണ്ടും ഒരു 5 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരു പ്രധാനപ്പെട്ട 5 ആയി ക്ലാസിഫൈ ചെയ്യുന്നു. അതിലൊന്നാണ് പിഗ് അയൺ, രണ്ടാമതാണ് റൗട്ട് അയൺ, മൂന്നാമതാണ് കാസ്റ്റ് അയൺ, നാലാമതാണ് കാർബൺ സ്റ്റീൽ, അഞ്ചാമത്തേതാണ് അലോയ് സ്റ്റീൽ. ക്ലിയർ? ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ എന്ന രീതിയിൽ പറയുമ്പോഴാണ് കേട്ടോ, ഒരു ബ്രോഡ് ക്ലാസിഫിക്കേഷൻ എന്ന രീതിയിൽ പറയുമ്പോഴാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മീനിങ് ഓഫ് ഫെറസ് അറിഞ്ഞിരിക്കണം. ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് വരുന്നു. ഫെറം എന്ന് പറഞ്ഞാൽ അയൺ ആണ്. ഇപ്പൊ ഫെറസ് എന്ന് പറഞ്ഞാൽ അയൺ കണ്ടെയ്നിങ് മെറ്റീരിയൽ ആണ്. വൈഡ്ലി യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഇതിന്റെ അലോയ്സും ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് നമ്മുടെ ഫെറസ് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണ്, വൈഡ് റേഞ്ച് ഓഫ് പ്രോപ്പർട്ടീസ് നമുക്ക് അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിഗ് അയണിനെ കുറിച്ചാണ്. പിഗ് അയൺ. കാരണം പിഗ് അയണിനെ കുറിച്ച് തന്നെ നമ്മൾ ഫസ്റ്റ് പഠിക്കാനുള്ള കാരണം, പിഗ് അയൺ ഈസ് ദ റോ മെറ്റീരിയൽ ഒബ്റ്റെയിൻഡ് ഫ്രം ദ കെമിക്കൽ റിഡക്ഷൻ ഓഫ് അയൺ ഓർ ഇൻ എ ബ്ലാസ്റ്റ് ഫർണസ്. ഓർത്തിരിക്കുക, നമ്മൾ പഠിക്കേണ്ട കാര്യം തന്നെ അതാണ്. എന്താണ് പിഗ് അയൺ എന്ന് പറയുന്നത്? ഇറ്റ്സ് എ റോ മെറ്റീരിയൽ. ഓക്കെ, ഇറ്റ്സ് എ റോ മെറ്റീരിയൽ. എവിടെ നിന്നാണ്? പിഗ് അയൺ ഈസ് എ റോ മെറ്റീരിയൽ ഒബ്റ്റെയിൻഡ് ഫ്രം the chemical reduction of iron ore. കൃത്യമായി ഞാൻ പറയുന്ന വാക്ക് ഓർത്തിരിക്കണം, കെമിക്കൽ റിഡക്ഷൻ ഓഫ് അയൺ ഓർ. ഓക്കെ, ഇരുമ്പിന്റെ അയിരുകൾ എന്ന് പറയുന്നില്ലേ, ഇരുമ്പിന്റെ അയിരുകൾ. പണ്ട് ചെറിയ ക്ലാസ്സുകൾ നമ്മൾ ഹേമാലിസി എന്നൊക്കെ
ചുരുക്ക വേണ്ടിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഹേമാലിസി, ഹേമറ്റേറ്റ്, ലിമാനറ്റേറ്റ്, ലിമോണൈറ്റ്, സിഡറേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ച കാര്യങ്ങൾ അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. അപ്പോൾ പിഗ് അയണിന്റെ ഡെഫിനിഷൻ എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. പിഗ് അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു റോ മെറ്റീരിയൽ ഒബ്റ്റൈൻ ഫ്രം ദി കെമിക്കൽ റിഡക്ഷൻ ഓഫ് അയൺ ഓർ ഇൻ ബ്ലാസ്റ്റ് ഫർണസ്. അപ്പൊ ഓർത്തിരിക്കുക, ഇത് എങ്ങനെ എവിടെ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്? ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെരി 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 ഇമ്പോർട്ടന്റ്. കാരണം ഇത് തന്നെ ഒരുപാട് തവണ ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വന്നിട്ടുണ്ട്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നാണ് ആരുണ്ടാക്കിയിട്ടുള്ളത്? പിഗ് അയൺ ഉണ്ടാക്കി വന്നിട്ടുള്ളത്. ഓക്കെ, പിഗ് അയൺ കെമിക്കൽ റിഡക്ഷൻ എന്ന് പറഞ്ഞല്ലോ. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്മെൽറ്റിംഗ്. ഓക്കെ, ദ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് അയൺ ഓർ ടു പിഗ് അയൺ ഈസ് നോൺ ആസ് സ്മെൽറ്റിംഗ്. ക്ലിയർ ആണല്ലോ? അയൺ ഓറിൽ നിന്ന് പിഗ് അയണിനെ ഈ റിഡക്ഷൻ പ്രോസസ് വഴി ഉണ്ടാക്കിയെടുക്കുന്നതിനെ പറയുന്ന പേരാണ് സ്മെൽറ്റിംഗ്. വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമുക്കൊരു സ്റ്റാർ ഇട്ട് വെച്ചോ, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കയറി വന്നേക്കാം. സ്റ്റാർ, പച്ച സ്റ്റാർ. സ്മെൽറ്റിംഗ് എന്താണെന്ന് ഓർത്തിരിക്കുക. ഇനി എങ്ങനെയാണ് ഇതിനെ സ്മെൽറ്റിംഗ് ചെയ്യുന്നത്? എങ്ങനെ നമുക്ക് അയൺ ഓറിനെ തിരിച്ചെടുക്കാം? അതിന് നമുക്ക് കുറച്ച് റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. ഏതൊക്കെയാണ്? ഒന്ന് അയൺ ഓർ വേണമല്ലോ, കാരണം അയൺ ഓറിൽ നിന്ന് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഇതിലൊരു ഫ്യൂവൽ വേണം. ഈ ഫ്യൂവൽ എന്ന് പറയുന്നത് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഫ്യൂവലാണ്. കാരണം അത് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിൽ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും? ഒരു കോളായിട്ട്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കോക്ക് എന്നൊക്കെ പറയാം അല്ലെ? ക്ലിയർ. ഫ്യൂവൽ വേണം. ആക്ടേഴ്സ് ഓഫ് കോക്ക് അല്ലെ കോക്കിംഗ് കോൾ അല്ലെങ്കിൽ കോക്ക് എന്നൊക്കെ പറയും. അപ്പൊ അതെന്താണ്? ഒരു ഫ്യൂവൽ ആണ്. അത് റെഡ്യൂസിങ് ഏജന്റ് ആണ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ്. അപ്പൊ ബ്ലാസ്റ്റ് ഫർണസിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണസിലാണ് ആദ്യം ഓർത്തിരിക്കുക. ഇതിൽ നമുക്കൊരു ഫ്ലക്സ് വേണം. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്തിനായിരിക്കും? ഈ ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പൊ എന്തൊക്കെ വേണം? അയൺ ഓർ വേണം, കോക്കിംഗ് കോൾ വേണം, ഫ്ലക്സ് വേണം. അപ്പൊ ഈ അയൺ ഓറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ പ്രൊവൈഡ് മെറ്റൽ. നമുക്ക് മെറ്റൽ വേണ്ടേ? ഈ മെറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന ആളെ നമുക്ക് അയൺ ഓർ എന്ന് പറയാം. നമുക്ക് പിഗ് അയൺ തരുന്ന ആള് നമ്മുടെ അയൺ ഓർ ആണ്. കോക്കിംഗ് കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂവൽ ആണ്. നമ്മുടെ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യേണ്ട ആളാണ്. റിമൂവ് ഇമ്പ്യൂരിറ്റീസ്. ക്ലിയർ? 3 പോയിന്റ് ആണ്. റോ മെറ്റീരിയൽസ്, അയൺ ഓർ, കുക്കിംഗ് കോൾ ആൻഡ് ഫ്ലക്സ്. ക്ലിയർ ആണല്ലോ? ഇനി ഏതൊക്കെയാണ് അയൺ ഓർസ്? അയൺ ഓർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ഓർസ് ആർ ജനറലി കാർബണേറ്റ്സ്, ഹൈഡ്രേറ്റ്സ് ഓർ ഓക്സൈഡ്സ് ഓഫ് അയൺ. കാരണം നമുക്ക് എങ്ങനെയാണ് നമുക്ക് കുഴിച്ചിട്ട്? ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇന്ത്യയിൽ കൂടുതലായിട്ടും അയൺ ഓർ കിട്ടുന്ന സ്ഥലങ്ങൾ ഒന്ന് ഒറീസയാണ് അല്ലെ? ഒറീസ, ബീഹാർ, പിന്നെ മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാടൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റീൽ പ്ലാന്റുകളൊക്കെ ഉള്ള സ്ഥലം നോക്കുമ്പോൾ അറിയാം ഒറീസയൊക്കെയാണ്. ഒറീസ, ബീഹാർ ഒക്കെയാണ്. ടാറ്റയുടെ ഫാക്ടറി ഒക്കെ ഉള്ള സ്ഥലങ്ങൾ അതൊക്കെയാണ് അല്ലെ? അപ്പൊ അതാണ് മേജർ ഇന്ത്യൻ ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്നും നമുക്കിത് കുഴിച്ചെടുക്കുകയാണ് ചെയ്യാം. അപ്പൊ ഈ കുഴിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാട് കണ്ടന്റ്സ് ഉണ്ട്. ഇതിൽ അയൺ മാത്രമൊന്നല്ല ഉള്ളൂ, ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ സ്മെൽറ്റിംഗ് പ്രോസസ് വഴി നമുക്ക് വേണ്ടതിലേക്ക് എടുക്കണം. അപ്പൊ അതിന്റെ പ്യൂറസ്റ്റ് ഫോം അല്ലെങ്കിൽ പ്യൂറസ്റ്റ് ഫോം ഓഫ് അയൺ അല്ല, ഈ അയൺ കോർ അല്ലെങ്കിൽ ഇതിന്റെ മുമ്പേ കിട്ടുന്ന പ്രോസസ് ചെയ്യുന്നതിന് മുമ്പേ കിട്ടുന്നതിനെയാണ് അയൺ ഓർ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ ഈ അയൺ ഓറുകൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു ഡിപ്പെൻഡ്സ് ഓൺ ദി മെറ്റീരിയൽ കോമ്പോസിഷൻ, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം പെർസെന്റേജ് ഓഫ് മെറ്റൽ അയൺ ഉണ്ട് എന്നതിനനുസരിച്ച് നമ്മൾ ഇതിനെ മാഗ്നറ്റേറ്റ് ഉണ്ട്. അതിന്റെ കളർ പറയുമ്പോൾ ഒരു സ്റ്റീൽ ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആണ്. ഓക്കെ, മാഗ്നറ്റേറ്റ് ഇവിടെ നോക്കുക. ഞാൻ മധ്യപ്രദേശ്, AP, കർണാടക, ബീഹാർ, ഒറീസയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ? അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇതാണ് മാഗ്നറ്റേറ്റ്. ഈ മാഗ്നറ്റേറ്റിന്റെ കളർ എന്ന് പറയുന്നത് ഒരു സ്റ്റീൽ ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആണ്. ഞാൻ വേറെ കളറിൽ എഴുതാം, മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വേണ്ട. ഒരു സ്റ്റീൽ ഗ്രേ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലൊക്കെയാണ് ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഏകദേശം ഒരു 62%, 70 to 62%. ഇത് ഡിപ്പെൻഡ്സ് ഓൺ ദ ടെക്സ്റ്റ് ബുക്സ്. Depends on the textbook. It may vary. Okay, clear? കാരണം ഇതിന്റെ പെർസെന്റേജ് പല ടെക്സ്റ്റ് ബുക്കുകളും പല രീതിയിലേക്ക് എഴുതിയിട്ടുണ്ടാവുക. അപ്പൊ മാഗ്നറ്റേറ്റിന്റെ ഒരു ആവറേജ് എന്ന രീതിയിൽ 62% ഒക്കെ ആയിരിക്കും എന്തുണ്ടാവുന്നത്? FE ഉണ്ടാവുന്നത്. FE ഓപ്പോ അല്ലെ? അതാണ് മാഗ്നറ്റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റെഡ് ഹെമറ്റേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹേമലിസി, ഹേമനെ കുറിച്ചും ലിസിയെ കുറിച്ചും ചോദിക്കാം. ഹേമനേറ്റ്, മാഗ്നറ്റേറ്റ്, ലിമോണേറ്റ്, സിഡറേറ്റ്. ഓക്കെ, ക്ലിയർ? അപ്പൊ നെക്സ്റ്റ് ആണ് ഹെമറ്റേറ്റ് വരുന്നതാണ്. റെഡ് ഹെമറ്റേറ്റും ഉണ്ട്, ബ്രൗൺ ഹെമറ്റേറ്റും ഉണ്ട്.
അതായത് Fe2O3 ഉണ്ട്, 2Fe2O3, 3H2O എന്ന് പറയുന്ന രണ്ട് കോമ്പോസിഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. ഒന്നിൽ റെഡ് ഹെമറ്റൈറ്റിലാണ് മാക്സിമം അയൺ കണ്ടന്റ് ഉള്ളത്, ഒരു 60-70% അവിടെ ഉണ്ട്. ബ്രൗൺ ഹെമറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു 42-60% ആണ് അവിടെ ഇതുണ്ടാവുക. ഒരു കുറച്ചുകൂടെ ബ്രൗൺ കളറുള്ള കുറച്ചും കൂടെ ഡെൻസ് ആയിട്ടുള്ള ഒരു കുറച്ച് എന്താ പറയാ എർത്തുമായി ഒരു കണക്ട് ചെയ്യാവുന്ന സംഭവമാണ് ബ്രൗൺ ഹെമറ്റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സിഡറേറ്റ് ഉണ്ട്. സിഡറേറ്റ് ആഷ് ഗ്രേ കളർ ആയിരിക്കും സിഡറേറ്റ് ഉണ്ടാവുക. സിഡറേറ്റ് ആഷ് ഗ്രേ കളർ, ആഷ് ഗ്രേ കളറാണ് സിഡറേറ്റിൽ ഉണ്ടാവുക, ആഷ് ഗ്രേ കളർ. ഇനി നേരെ നോക്കിയ അയൺ സ്റ്റോൺസ്. അയൺ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു സ്റ്റോണി സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അവിടെ FeCO3 എന്ന് പറയാം. FeCO3 ഈ സിഡറേറ്റും FeCO3 തന്നെയാണ്, പക്ഷെ അതിൽ മെറ്റൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഏകദേശം 30% മാത്രമേ എവിടെ ഉണ്ടാവുള്ളൂ, അയൺ സ്റ്റോൺ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ ഒബ്സർവേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് മാഗ്നറ്റൈറ്റ് ആൻഡ് റെഡ് ഹെമറ്റൈറ്റ് ആയിരിക്കും മോസ്റ്റ് വാല്യൂബിൾ ഓർസ്. ബിക്കോസ് എന്താ പറയാ ഒരു മെറ്റൽ ഈൽഡ് ഏറ്റവും കൂടുതലുള്ള അയൺ ഓർ എന്ന് പറയുന്നത് ഏതർ മാഗ്നറ്റൈറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന റെഡ് ഹെമറ്റൈറ്റോ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ആളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ, ക്ലിയർ ആണല്ലോ, ക്ലിയർ. ഇതിനെയാണ് നമ്മൾ എന്ത് നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളൊരു കോക്ക് യൂസ് ചെയ്യണം. ഒരു നോർമലി നമ്മൾ കോക്കായിട്ട് യൂസ് ചെയ്യുന്നത് എന്താ പറയാ ഈ എന്താ പറയാ നന്നായിട്ട് കത്തുന്ന അല്ലെങ്കിൽ കോക്കിംഗ് കോൾ എന്ന് തന്നെ പറയാം. കോക്ക് അല്ലെങ്കിൽ കോക്കിംഗ് കോൾ എന്ന് പറയുന്നത് ഫ്യൂവൽ ആണ്. അപ്പൊ അത് എങ്ങനെ മേഡ് ചെയ്യാം? ഡ്രൈ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. ഡ്രൈ ഡിസ്റ്റിലേഷൻ പോറസ് ഫ്യൂൽ ഫ്രം ദ കോക്കിംഗ് കോൾ. ഇപ്പൊ കോൾ എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ഈ അൽഫാം ഒക്കെ ഉണ്ടാകുന്ന നേരത്ത് കോള് വാങ്ങാൻ പോകുന്ന പറയില്ലേ, കൽക്കരി അല്ലെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതൊരു ഫ്യൂവലാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഡ്രൈ ഡിസ്റ്റിലേഷൻ വഴി വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അതായത് ബ്ലാസ്റ്റ് ഫർണസിൽ യൂസ് ചെയ്യുന്ന കോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്യൂൽ എന്ന് പറയുന്നത് ഡ്രൈ ഡിസ്റ്റിലേഷൻ വഴി വേണം ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ ഇതില് ഫോസ്ഫറസ് സൾഫറസ് ഒക്കെ പരമാവധി ഇമ്പ്യൂരിറ്റീസ് കുറവായിരിക്കണം, ബട്ട് ഉണ്ടാവണം. ഓക്കെ, ഷുഡ് കണ്ടെയ്ൻ മിനിമം ഇമ്പ്യൂരിറ്റീസ് ലൈക്ക് ഫോസ്ഫറസ് ആൻഡ് സൾഫർ. എങ്കിൽ മാത്രമാണ് നമുക്ക് അതിന് വേണ്ട പ്രോപ്പർട്ടീസ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ആബ്സെൻസ് ഓഫ് എയറിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡ്രൈ ഡിസ്റ്റിലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് വേണമെങ്കിൽ ഓവൻസിലോ അല്ലെങ്കിൽ സിലിക്ക ബ്രിക്ക് വഴി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന പ്രത്യേക അറകളിലൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡ്രൈ ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സ് ചെയ്യാം. നിർബന്ധമായിട്ടും ഇത് എന്തായിരിക്കും, വെയിറ്റ് കുറവായിരിക്കണം, പോറസ് സ്ട്രക്ചർ ആയിരിക്കണം, നല്ല രീതിയിൽ ഫ്യൂവല് ബേൺ ചെയ്യണം, ഹൈ കലോറിഫിക് വാല്യൂ വേണം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ എന്താണ് കോക്ക് എന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ആണ് ഫ്ലക്സ് ആൻഡ് ഇറ്റ്സ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലക്സ് നെക്സ്റ്റ് ആണ് ഫ്ലക്സ്, പ്യൂരിഫൈങ് ഏജന്റ് നമുക്ക് പറയാം അല്ലെ. അതായത് ഫ്ലക്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഫ്ലക്സ് എന്ന് പറയുന്നത് മിനറൽ സബ്സ്റ്റൻസ് ആണ്. ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു മിനറൽ സബ്സ്റ്റൻസ് ആണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന റെഡ്യൂസിങ് അല്ലെ, അത് ലോവർ ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഓറിന്റെ മെൽറ്റിംഗ് പോയിന്റ് പരമാവധി കുറയ്ക്കുക, ആഷ് റിമൂവ് ചെയ്യുക, സൾഫർ റിമൂവ് ചെയ്യുക, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഫ്ലക്സിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഫ്ലക്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫ്യൂവലിൽ ഉണ്ടാകുന്ന ആഷ് ഇല്ലേ, ഈ ആഷുമായിട്ട് ഈ ഫ്ലക്സ് കമ്പൈൻ ചെയ്യും. ഓക്കെ, ക്ലിയർ. അത് കഴിഞ്ഞിട്ട് ഒരു സ്ലാഗ് ആയിട്ട് ഇത് ഫോം ചെയ്യും. ദാറ്റ് സെപ്പറേറ്റ് ഫ്രം ദ മെറ്റൽ. അത് എന്ത് ചെയ്യും, അതൊരു ഫ്യൂസിബിൾ പ്രൊഡക്റ്റ് ആയിരിക്കും. ഇത് ഇതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഓറിൽ നിന്ന് നമുക്ക് വേണ്ട മെറ്റീരിയൽ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ, ക്ലിയർ. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് കമ്പൈൻസ് വിത്ത് ദ ആഷ് ഓഫ് ദ ഫ്യൂവൽ ആൻഡ് ഓർ റെസിഡ്യൂ ടു ഫോം സ്ലാഗ് ദാറ്റ് സെപ്പറേറ്റ് ഫ്രം ദി മെറ്റൽ. ക്ലിയർ. സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലക്സ്, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ഏരിയ. സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ ആയിരിക്കും, ദാറ്റ് ഈസ് CaCO3, CaCO3. ഓക്കെ, ഇറ്റ് മേ ബി എ ക്വസ്റ്റ്യൻ. നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺലി യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഇൻ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലൈം സ്റ്റോൺ. വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി അതല്ല, ഡോളമൈറ്റും അതുപോലെ തന്നെ ഈ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഡോളമൈറ്റ്, സിലിക്കയും ഒക്കെ നമുക്ക് ഫ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒക്കേഷണലി അല്ലെങ്കിൽ വളരെ അപൂർവമായിട്ട് മാത്രമാണ് നമ്മൾ അതൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ എന്തൊക്കെ പ്രധാനമായിട്ടും പഠിച്ച, ഒന്ന് സ്മെൽറ്റിംഗ്. വാട്ട് ഈസ് സ്മെൽറ്റിംഗ്? അപ്പൊ കെമിക്കൽ റിഡക്ഷൻ ഓഫ് അയൺ ഓർ ടു പിഗ് അയൺ ഈസ് നോൺ ആസ് സ്മെൽറ്റിംഗ്. ബ്ലാസ്റ്റ് ഫർണസ് ആണ് നമ്മൾ ഈ സ്മെൽറ്റിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫർണസ് ഫോർ പ്രൊഡ്യൂസിങ് പിഗ് അയൺ.
ഫ്ലക്സ് എന്ന് പറയുന്നത് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ സ്ലാഗ് ഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫ്ലക്സ്. സ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് പ്രൊഡക്റ്റ് ഫോം ഫ്രം ഇമ്പ്യൂരിറ്റീസ് പ്ലസ് ഫ്ലക്സ്, ദാറ്റ് ഈസ് നോൺ ആസ് സ്ലാഗ്. കോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാർബണേഷ്യസ് ഫ്യൂൽ ആണ്. ഒരു ഡ്രൈ ഡിസ്റ്റിലേഷൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. കോക്ക് ഈസ് ദ ഫ്യൂൽ. കോക്ക് ഈസ് ദ ഫ്യൂൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന ടോപ്പിക്കും കൂടെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ പഠിച്ചു പോകേണ്ട ടോപ്പിക്കാണ് ബ്ലാസ്റ്റ് ഫർണസ്. ബ്ലാസ്റ്റ് ഫർണസ്, ബ്ലാസ്റ്റ് ഫർണസ് ഓർത്തിരിക്കുക. ബ്ലാസ്റ്റ് ഫർണസ്. ബിഫോർ വി ഗോ ത്രൂ ബ്ലാസ്റ്റ് ഫർണസ് അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഇതിന് വേണ്ടത്. മെയിൻ റോ മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? അയൺ ഓർ കോക്കിംഗ് കോൾ, ഫ്ലക്സ്. ക്ലിയർ? അയൺ ഓർ കോക്കിംഗ് കോൾ, ഫ്ലക്സ്. പ്രോസസ് നെയിം സ്മെൽറ്റിംഗ്. ബെസ്റ്റ് ഫ്ലക്സ് ലൈംസ്റ്റോൺ. ഓക്കെ. കോക്കിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ്? ഡ്രൈ ഡിസ്റ്റിലേഷൻ ഓഫ് കോക്കിംഗ് കോൾ. അവിടെ എന്തുണ്ടാവരുത്? എയർ ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഡ്രൈ ഡിസ്റ്റിലേഷൻ എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ ബ്ലാസ്റ്റ് ഫർണസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇതൊരു എന്താണ്? വെർട്ടിക്കൽ കണ്ടിന്യൂസ് ഫർണസ് ഫോർ സ്മെൽറ്റിംഗ് ആണ്, അല്ലെ? വെർട്ടിക്കൽ കണ്ടിന്യൂസ് ഫർണസ് ഫോർ സ്മെൽറ്റിംഗ്. വെർട്ടിക്കൽ കണ്ടിന്യൂസ് ഫർണസ് ഫോർ സ്മെൽറ്റിംഗ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിൽ കുറച്ച് പാർട്ട് ഉണ്ട്. ത്രോട്ട്, സ്റ്റാക്ക്, ബോഡി, വാഷ്, എർത്ത്. പ്രധാനമായിട്ട് 5 പാർട്ടാണുള്ളത്. ത്രോട്ട് ഇതാണ്. സ്റ്റാക്ക് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബോഡി, അത് കഴിഞ്ഞിട്ടാണ് വാഷ്, അത് കഴിഞ്ഞിട്ടാണ് എർത്ത്. ക്ലിയർ? ത്രോട്ട്, സ്റ്റാക്ക്, ബോഡി, വാഷ്, ഹെർത്ത്. ആ ഓർഡറിൽ തന്നെ പഠിക്കുക. ത്രോട്ട്, സ്റ്റാക്ക്, ബോഡി, വാഷ്, ഹെർത്ത്. ഓക്കെ. ക്ലിയർ? അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ ഈ മുകളിലാണ് ഹോപ്പർ സിസ്റ്റം ഉള്ളത്. ഡബിൾ വെൽ മെക്കാനിസം എന്ന് പറഞ്ഞ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന അറേഞ്ച്മെന്റ് നടത്തുന്നത്. ചാർജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് ഓർ, കോക്ക് ആൻഡ് ഫ്ലക്സ്. ഇതിന് പറയുന്ന പേര്, ഇതിവിടെ ഈ ഒരു മെക്കാനിസം എന്ന് പറയുന്ന ഡബിൾ ബെൽ മെക്കാനിസം ആണ്. ഇറ്റ് മേ ബി എ ക്വസ്റ്റ്യൻ. ഡബിൾ ബെൽ മെക്കാനിസം. ഡബിൾ ബെൽ മെക്കാനിസം ഓർത്തിരുന്നോട്ടോ. പറയുന്ന ഓരോ പോയിന്റിനും അത്രയും ഇമ്പോർട്ടന്റ് ഉണ്ട്. ഡബിൾ ബെൽ മെക്കാനിസം. ഡബിൾ ബെൽ മെക്കാനിസം. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഹോപ്പറിൽ വഴിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ചാർജ് ചെയ്യുന്നത്. റോ മെറ്റീരിയൽ ചാർജ് ചെയ്യുന്നത് വയ ബക്കറ്റ് ആൻഡ് ഹോപ്പർ സിസ്റ്റം ആണ്. ഒരു കണ്ടിന്യൂസ് ഓപ്പറേഷൻ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ. ക്ലിയർ ആണല്ലോ? റോ മെറ്റീരിയൽ ചാർജിങ് ഓർത്തിരിക്കുക. റോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയൺ ഓർ കോക്ക്, ഫ്ലക്സ്. ദീസ് മെറ്റീരിയൽസ് ആർ ചാർജ് ആൾട്ടർനേറ്റീവ്ലി ഇൻ ലെയേഴ്സ്. ഓക്കെ. പിന്നെ നമുക്കൊരു ഇൻക്ലൈൻ പാത്തിൽ കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഇത് വരിക, അല്ലെ? ക്ലിയർ? ബക്കറ്റിന്റെ ഒരു ഷേപ്പ് കണ്ടോ? ഒരു ഇൻക്ലൈൻഡ് പാത്തിലാണ്. ക്ലിയർ? ഓർത്തിരുന്നോ? ഡബിൾ ബെൽ ആൻഡ് ഹോപ്പർ അറേഞ്ച്മെന്റ് എന്നാണ് അതിനെ പറയുന്നത്. അതിന്റെ ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഈ ഗ്യാപ്പ്, ഇതിന് ഇടയിൽ ഉണ്ടാവുന്ന ഗ്യാസിന്റെ എസ്കേപ്പ് പ്രിവെന്റ് ചെയ്യുക, ഇന്റേണൽ പ്രഷർ റിറ്റെയിൻ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഡബിൾ ബെൽ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. നമ്മൾക്ക് ഒരു കേരള PSC എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് കയറി വരുന്ന സമയത്ത് ഈ മെക്കാനിസം, അതായത് ദ മെറ്റീരിയൽസ് ആർ ഫെഡ് ഇൻടു ദ ഫർണസ് ത്രൂ വിച്ച് മെക്കാനിസം എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരിക. അവിടെ എന്താണ്? ഡബിൾ ബെൽ ആൻഡ് കോപ്പർ അറേഞ്ച്മെന്റ് എന്നുള്ളതാണ്. ഡബിൾ ബെൽ ആൻഡ് കോപ്പർ അറേഞ്ച്മെന്റ്. ക്ലിയർ ആണല്ലോ? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് നമുക്ക് റോ മെറ്റീരിയൽ പ്രൊപ്പോർഷനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് 100 ടൺ ഓഫ് പിഗ് അയൺ ആണെങ്കിൽ 100 ടൺ ഓഫ് പിഗ് അയൺ ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ നമുക്ക് നമ്മുടെ റോ മെറ്റീരിയൽ എത്ര വേണം? എന്തൊക്കെ വേണം നമുക്ക്? അയൺ റോ മെറ്റീരിയൽ എന്താണ്? റോ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് അയൺ ഓർ വേണം, കോക്ക് വേണം, ഫ്ലക്സ് വേണം. ദീസ് ആർ ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂയൻസ്, അല്ലെ? അപ്പൊ അയൺ ഓർ 180, കോക്ക് 95, നേരെ പകുതിയായിട്ട് കണക്ക് കൂട്ടിക്കോ. ഫ്ലക്സ് അതിന്റെ നേരെ പകുതിയായിട്ട് കണക്ക് കൂട്ടിക്കോ, 50. ഓക്കെ. ഏകദേശം നോക്കാം. നെക്സ്റ്റ് എയർ ബ്ലാസ്റ്റ് വേണ്ടേ? കാരണം പ്രീഹീറ്റ് ചെയ്യണ്ടേ? പ്രീഹീറ്റ് എയർ ബ്ലാസ്റ്റ് ഏകദേശം 350 ടൺ. ഇതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എന്താ കിട്ടണം? 60 ടൺസ് ഓഫ് സ്ലാഗ്. ഇത്രയും സാധനം ബൈ പ്രൊഡക്ട്സ് ആണ് കേട്ടോ. ബൈ പ്രൊഡക്ട്സ്. സ്ലാഗ് 60 ടൺ കിട്ടും. ഗ്യാസ് ഒരു 500 ടൺ കിട്ടും. ഓക്കെ. അപ്പൊ അപ്രോപ്രിയേറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1/3 ഫ്യൂവൽ, 1/6 ഫ്ലക്സ്. ഓക്കെ. ക്ലിയർ? ദിസ് ഈസ് ദ റേഷ്യോ. ഈ റേഷ്യോ ഒന്നും ഓർത്ത് വെച്ചാല്, ഈ ഒരു വാല്യൂ ഓർത്ത് വെച്ചാല്. റോ മെറ്റീരിയൽ പ്രൊപ്പോർഷൻ അപ്രോക്സിമേറ്റ് പ്രൊപ്പോർഷൻ എന്ന രീതിയിൽ മാത്രമാണ് നമുക്ക് അതിനെ
പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ ഇമേജിലേക്ക് പോയി നോക്കി, ഈ ഇമേജിലേക്ക് പോവാം. ഈ ഇമേജിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ടൊയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നോസിൽസ് വേണമെങ്കിൽ പറയാം അല്ലെ. അത് ഈ ഹോട്ട് ബ്ലാസ്റ്റ് നമ്മൾ കൊടുക്കണ്ടേ, ഈ ഹോട്ട് ബ്ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഫോഴ്സ് ചെയ്യുന്നത് നോസിൽസിൽ കൂടിയായിരിക്കും. നിർബന്ധമായിട്ടും വാട്ടർ കൂൾ ചെയ്തിട്ടുണ്ടാവണം, കാരണം ഹൈ ടെമ്പറേച്ചർ നമുക്ക് വിസ്റ്റാൻഡ് ചെയ്യാനുള്ളതാണ്. ഈ എയർ ബ്ലാസ്റ്റ് ആണ് നമുക്ക് ഒരു പ്രീഹീറ്റ് ചെയ്യുന്നത്. ഈ സ്റ്റൗവിനെ നല്ല രീതിയിൽ പ്രീഹീറ്റ് ചെയ്യുന്ന ആളുടെ പേര് എന്ന് പറയുന്നത് എന്താണ്, ഈ എയർ ബ്ലാസ്റ്റ് ആണ്. നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ഫൗണ്ടറി വർക്ക്ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഇത് കൊടുക്കില്ല, എയർ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യില്ല. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ ഫ്യൂവലിന്റെ എഫിഷ്യൻസി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ ഫ്യൂലായിട്ട് കുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വി നീഡ് ടു ഇംപ്രൂവ് ദ ഫ്യൂൽ എഫിഷ്യൻസി ബൈ ത്രോയിങ് ഇൻ ദിസ് എയർ ബ്ലാസ്റ്റ്. ഓക്കെ, ക്ലിയർ. കാരണം എയർ ബ്ലാസ്റ്റ് ടെമ്പറേച്ചർ വെരി ഹൈ ആയിരിക്കും, എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു റിക്വയർഡ് ഫർണസ് ഹീറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ടോയേഴ്സ് അതിലേക്ക് കൊടുക്കുന്നത്. ഈ ടെമ്പറേച്ചർ സോൺസ് അറിഞ്ഞിരിക്കണം. ടെമ്പറേച്ചർ സോൺസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഏകദേശം ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1000 തൊട്ട് 1700 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇതിന്റെ ടെമ്പറേച്ചർ സോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ സോൺ അറ്റ് മെൽറ്റിംഗ് സോൺ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അറ്റ് മെൽറ്റിംഗ് സോൺ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 1000 ഡിഗ്രി സെൽഷ്യസ് തൊട്ട് 1700 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇൻ ദിസ് റീജിയൻ ഓൾ സബ്സ്റ്റൻസസ് ഇൻസൈഡ് ദ ഫർണസ് സ്റ്റാർട്ട് മെൽറ്റിംഗ്. കൃത്യമായി ഓർത്തിരിക്കുക, ഈ ടെമ്പറേച്ചർ സോണിലായിരിക്കും എല്ലാ സബ്സ്റ്റൻസസും മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നമ്മുടെ ലൈം സ്റ്റോൺ, നമ്മുടെ ഫ്ലക്സ് റിയാക്ട് വിത്ത് ദ ഇംപ്യൂരിറ്റീസ് ഇൻ ദ ഓർ ടു ഫോം ദ മോൾട്ടൺ സ്ലാഗ് വിച്ച് ഫ്ലോട്ട്സ് ഓൺ ടോപ്പ് ഓഫ് ദ മോൾട്ടൺ അയൺ. കൃത്യമായി മനസ്സിലാക്കി വെക്കുക, ഇവിടെ എന്താ സംഭവിക്കുന്നത്, മെൽറ്റിംഗ് സോണിൽ 1000 തൊട്ട് 1700 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഈ റീജിയനിൽ ഫർണസിന്റെ ഉള്ളിലുള്ള എല്ലാ സബ്സ്റ്റൻസുകളും എന്ത് സ്റ്റാർട്ട് ചെയ്യും, മെൽറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ലൈം സ്റ്റോൺ ഇമ്പ്യൂരിറ്റീസ്, അത് ഓറിലുള്ള ഇമ്പ്യൂരിറ്റീസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ആ റിയാക്ട് ചെയ്തിട്ട് ഒരു മോൾട്ടൺ സ്ലാഗ് ഫോം ചെയ്യുന്നു. ഈ മോൾട്ടൺ സ്ലാഗ് നമ്മുടെ മോൾട്ടൺ അയണിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. ഈ സ്ലാഗിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് പിഗ് അയൺ കിട്ടും. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്കൊരു ടാപ്പിംഗ് ഓഫ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അതാണ്. ഇപ്പൊ സ്ലാഗ് ഉണ്ട്, അത് സ്ലാഗ് ഹോൾ എന്ന് പറയുന്ന ഹോളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, സ്ലാഗിനെ മാറ്റിയെടുക്കും. ഇനി മോൾട്ടൺ സ്ലാഗ് ആയിരിക്കും പിന്നെ ഉണ്ടാവുക. അതൊരു 6 to 12 hours കൊണ്ട് ടാപ്പിംഗ് ഹോൾ വഴി ഇങ്ങനെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, ക്ലിയർ. ആ സമയത്ത് നമുക്ക് അവിടെ ബ്ലാസ്റ്റിനെ ടെമ്പറലി നമ്മൾ എന്ത് ചെയ്യും, ടേൺ ഓഫ് ചെയ്യും. ഓക്കെ, എവരി 6 to 12 hours ടാപ്പിംഗ് ഹോൾ വഴി നമ്മൾ എന്ത് ചെയ്യും, മോൾട്ടൺ സ്ലാഗിൽ എടുത്തുകൊണ്ടിരിക്കും. ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഈ ഫർണസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആണ്, അത് മനസ്സിലാക്കി വെക്കുക. കണ്ടിന്യൂസ് ഓപ്പറേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ടാപ്പിങ്ങിന് ശേഷം എന്ത് ചെയ്യും, ടാപ്പിങ്ങിന് ശേഷം എന്ത് ചെയ്യും, കാസ്റ്റിംഗ് ഓഫ് പിഗ് അയൺ ഈസ് കംപ്ലീറ്റഡ്. ആഫ്റ്റർ ടാപ്പിംഗ് മോൾട്ടൺ അയൺ എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഹോട്ട് ബ്ലാസ്റ്റ് ടോയേഴ്സ് ഞാൻ പറഞ്ഞു, ടെമ്പറേച്ചർ സോൺ ഞാൻ പറഞ്ഞു. നെക്സ്റ്റ് ആണ് കാസ്റ്റിംഗ് ഓഫ് പിഗ് അയൺ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ. ഓക്കെ, കാരണം നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. ഈ ഒരു വലിയ പിഗ് ബെഡ് എന്ന് പറയും, വലിയ ബെഡിലേക്ക് ഇതിനെ, അതായത് 1 മീറ്ററിന്റെ സ്ക്വയർ ഉള്ള ബെഡിലേക്ക് നമ്മൾ ഇതിനെ 1 മീറ്റർ. ഓക്കെ, ഇതിലേക്ക് ഈ പിക്സ് എന്ന് പറയുക, ഇതിനെ ബാർസിന് അല്ലെങ്കിൽ പിക്സ് ആണ് ഇതിനെ സാധാരണ രീതിയിൽ പറയുക. ഇതിലേക്ക് എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്യും. ഓക്കെ, സൺമോൾസ് അറേഞ്ച് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന പിഗ് അയൺ ഒഴിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള മെത്തേഡ് എന്ന് പറയുന്നത് മോഡേൺ പിഗ് കാസ്റ്റിംഗ് മെഷീൻ എന്ന് പറയും. അത് ഈ ഓൾഡർ സാൻഡ് മോൾഡ് മെത്തേഡ് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ അല്ലാത്ത ഒരു കൺവെയർ വഴി നമ്മൾ ഇതിനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഈസി സ്ലോപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മൾ ആ രീതിയിൽ എടുക്കാറുണ്ട് മോഡേൺ പിഗ് കാസ്റ്റിംഗ് മെഷീൻ. അവിടെ നമ്മുടെ ഇതിന്റെ ഒരു ചെയിൻ കൺവെയറിന്റെ സൈസ് 600 to 200 to 90 എന്ന് പറയുന്ന ഒരു സൈസ് ഒക്കെ ആയിരിക്കും. 600 x 200 x 90, 600 x 200 x 90. ഓക്കെ, അത് ഈ ചെയിൻ കൺവെയറിന്റെ സൈസ് ആട്ടോ. 600 x 200 x 90. ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇത് ചില സ്ഥലങ്ങൾ 660 എന്നൊക്കെ കാണാറുണ്ട്, 660 x 200 x 90 എന്നൊക്കെ കാണാറുണ്ട്. ഓക്കെ, അവിടെ എന്തെങ്കിലും ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ട് ഈ നമ്മുടെ പിക്സിനെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ബ്ലോക്കുകളെ നമ്മൾ ഒരു സ്ലോപ്പ് വഴി ഈസി റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡ്. പിന്നെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ഉണ്ട്. ഡയറക്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഈ മോൾട്ടൺ പിഗ് അയൺ നേരെ നമ്മൾ ഒരു ഹോട്ട് മെറ്റൽ ലാൻഡ്സിലേക്ക് നേരെ അല്ലെങ്കിൽ സ്റ്റീൽ മേക്കിംഗ് പ്ലാന്റ്സിലേക്ക് നേരെ കൊണ്ടുപോകുന്നതിനെയാണ്, ഫർദർ റിഫൈനിങ് കൊണ്ടുപോകുന്നതിനാണ് ഡയറക്റ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, കാരണം പണ്ടൊക്കെ നമുക്ക് ഈ പറയുന്ന ബ്ലോക്കുകളായിട്ട് ഇൻഗോട്ട്സ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്? കെമിക്കൽ ചേഞ്ചസ് ഇൻസൈഡ് ദ ഫർണസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അയൺ ഓർ റിഡക്ഷൻ പ്രോസസ്സിൽ കൂടെയാണ് എന്ത് അയണിലേക്ക് മാറുന്നത്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ കാർബൺ മോണോക്സൈഡ്, കോക്കിലുള്ള കാർബൺ മോണോക്സൈഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഇതില് 3 to 4% കാർബൺ ഉണ്ട്, സ്മോൾ എമൗണ്ട് ഓഫ് സൾഫർ ഉണ്ടാവും. ഈ 3 to 4% കാർബൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം 1.5% കാർബണിന് താഴെയാണ് നമുക്ക് സ്റ്റീൽ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു 3 to 4% കാർബൺ ഉള്ളത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഹൈ കാർബൺ കണ്ടന്റ് പിഗ് അയണിനെ ഹാർഡ് ആൻഡ് ബ്രിട്ടിലാക്കും. ഓക്കെ, കാസ്റ്റിംഗ് ഓഫ് പിഗ് അയൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ? ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ റിഫൈൻ ചെയ്യാം അല്ലെ. നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്താണ്? റിഫൈനിങ് ഓഫ് പിഗ് അയൺ. കാരണം നേരെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഇറ്റ്സ് ബ്രിട്ടിൽ ആൻഡ് ഇംപ്യൂർ. പിഗ് അയൺ ഒരു ബ്രിട്ടിൽ നാച്ചുറൽ, ഇംപ്യൂർ നാച്ചുറൽ സംഭവമാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ റിഫൈൻ ചെയ്യണം, റീമെൽറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അതർ ടൈപ്സ് ഓഫ് അയൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണ് വേരിയസ് ഫോംസ് ഓഫ് അയൺ നമ്മൾ പിഗ് അയൺ നിന്ന് വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നേരിട്ട് അയൺ ഓറിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആളുടെ പേരാണ് പിഗ് അയൺ. ഇതിൽ കുറെ ഇമ്പ്യൂരിറ്റീസ് പിന്നെ ഉണ്ടാവും. അതായത് മാംഗനീസ് ഉണ്ടാവും, സിലിക്കൺ ഉണ്ടാവും, ഫോസ്ഫറസ് ഉണ്ടാവും. ഇതൊക്കെ ഓറിൽ നിന്നുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ എന്തിലുണ്ടാവും? നമ്മുടെ പിഗ് അയണിൽ ഒരു ചെറിയ കോൺസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവും. ഇതിനൊക്കെ വീണ്ടും നമ്മൾ റിമൂവ് ചെയ്യും. അപ്പോൾ ഓർത്തിരിക്കുക, നമ്മൾ എന്തൊക്കെ പഠിച്ചു? നമ്മുടെ ഫർണസ് ടൈപ്പ് എന്ന് പറയുന്നത് ഒരു വെർട്ടിക്കൽ കണ്ടിന്യൂസ് ബ്ലാസ്റ്റ് ഫർണസ് ആണ്. മെയിൻ സെക്ഷൻസ് ത്രോട്ട്, സ്റ്റാക്ക്, ബോഡി, വാഷ് ആൻഡ് ഹെർത്ത് ആണ്. ആ ഓർഡർ കൃത്യമായി ഓർത്തിരിക്കണം. റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് അയൺ ഓർ കോക്ക് ആൻഡ് ഫ്ലക്സ് ആണ്. പ്രൊപ്പോർഷൻ ഹാഫ് 1/3 1/6. ആദ്യം ഓർ, അത് കഴിഞ്ഞ് കോക്ക്, അത് കഴിഞ്ഞ് ഫ്ലക്സ്. ഓക്കെ, ഓർ കുറവായിരിക്കും, കുറച്ച് കൂടുതൽ കോക്ക് ഉണ്ടാവും, കുറച്ച് കൂടുതൽ പ്രൊപ്പോർഷൻ നോക്കുമ്പോൾ 1/2 ഓർ ഉണ്ടാവും, 1/3 കോക്ക് ഉണ്ടാവും, 1/6 ഫ്ലക്സ് ഉണ്ടാവും. ഓക്കെ, ടെമ്പറേച്ചർ ഓഫ് മെൽറ്റിംഗ് സോൺ 1000 തൊട്ട് 1700 വരെ. പ്രൊഡക്റ്റ് ആയിട്ട് എന്തൊക്കെ കിട്ടും? പിഗ് അയൺ അല്ലെ, അതുപോലെ സ്ലാഗ്. ആ സ്ലാഗ് റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ നമുക്ക് ബ്ലാസ്റ്റ് ഫർണസ് ഗ്യാസ് ഓഫ് കോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ബൈ പ്രൊഡക്ട്സ് ഒരു 100 ടൺ ഉണ്ടാക്കാനുള്ള കോമ്പോസിഷൻ കൃത്യമായി ഓർത്തിരിക്കുക. കോക്കിന്റെ റോൾ എന്താണെന്ന് ഓർത്തിരിക്കുക, ഫ്ലക്സിന്റെ റോൾ എന്താണെന്ന് ഓർത്തിരിക്കുക. ടൊയേഴ്സ് ഓർ നോസിൽസ്, അതായത് ഹോട്ട് ബ്ലാസ്റ്റിന് വേണ്ടിയിട്ടുള്ള നോസിൽസ് ആണെന്ന് ഓർത്തിരിക്കുക. അത് നിർബന്ധമായിട്ടും വാട്ടർ കൂടി ചെയ്തിട്ടുണ്ടാവണം. കാസ്റ്റിംഗ് 3 മെത്തേഡ് ഉണ്ട്. പിഗ് ബെഡുകൾ യൂസ് ചെയ്യാം, പിഗ് കാസ്റ്റ് മെഷീൻസ് യൂസ് ചെയ്യാം, ഡയറക്ട് ട്രാൻസ്ഫർ യൂസ് ചെയ്യാം. കാർബൺ ഇൻ പിഗ് അയൺ ഓർത്തിരിക്കുക 3 to 4% ആണ്. ഇത്രയും കാർബൺ ഉള്ളത് കൊണ്ട് തന്നെ ഇറ്റ് മേക്സ് ഇറ്റ് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. ഓക്കെ, അതുകൊണ്ട് ഇത് റിഫൈൻ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ദിസ് ഈസ് മേജർ പോയിന്റ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ചോദ്യമാണ് ഇതാണ്: ദ പ്രോസസ് ഓഫ് റിഡക്ഷൻ ഓഫ് അയൺ ഓർ ടു പിഗ് അയൺ ഈസ് നോൺ ആസ്. എന്തുവരും ആൻസർ? Try to answer yourself. The process of reduction of iron ore to pig iron is known as. Question number one. സ്മെൽറ്റിംഗ്. ഒന്ന് എന്നിട്ടിട്ട് ആൻസർ ചെയ്താൽ മതി. ഏതായിരിക്കും? സ്മെൽറ്റിംഗ് ആയിരിക്കും ആൻസർ വരിക അല്ലെ. എല്ലാവരും കൃത്യമായി ആൻസർ ചെയ്തിട്ടുണ്ട്. സ്മെൽറ്റിംഗ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. സ്മെൽറ്റിംഗ്. Okay, smelting. Next, the main product obtained from smelting in a blast furnace is wrought iron, cast iron, pig iron, steel. Smelting വഴി 2 എന്നിട്ടിട്ട് A ആണോ B ആണോ C ആണോ D ആണോ ഇട്ടാൽ മതി. മൊത്തം ടൈപ്പ് ചെയ്യണമെന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 2, wrought iron ആണോ, cast iron ആണോ, pig iron ആണോ, steel ആണോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബ്ലാസ്റ്റ് ഫർണസ് പിഗ് അയൺ ആണെന്ന് അറിയാം. അപ്പൊ ഞാൻ വെറുതെ നിങ്ങളുടെ മെമ്മറി പരീക്ഷിക്കാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. കുപ്പോള ഫർണസിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഏതായിരിക്കും? കുപ്പോള ഫർണസിൽ എന്തായിരിക്കും? അടുത്ത ക്ലാസ് നമുക്ക് പഠിക്കാനുള്ളതാ. കുപ്പോള ഫർണസിൽ നമുക്ക് എന്തായിരിക്കും ഉണ്ടാക്കുക? കുപ്പോള കാസ്റ്റ് അയൺ. വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം ഈ ഒരു പരീക്ഷയുടെ നമ്മുടെ മെയിൻ ഗുണം എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് പ്രോസസ്സ് നമുക്ക് നല്ല ബേസ് ഉണ്ട്. ഈ പറയുന്ന എല്ലാ ബേസിക് ടൂൾസ് നമുക്കറിയാം. ഞാൻ ഓൾറെഡി ഈ സിലബസുമായി ബന്ധപ്പെട്ട മാക്സിമം സെക്ഷൻസ് റെക്കോർഡഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ റെഫർ ദാറ്റ്. അത് നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത് യാതൊരു പ്രശ്നമില്ല. അതെല്ലാം നമുക്ക് വേണ്ടത് തന്നെ, ഒന്നും നമുക്ക് വേണ്ടാതൊന്നുമില്ല. ഓക്കെ, മെറ്റീരിയൽ സയൻസിന്റെ ക്ലാസ് ഇട്ട് കുറച്ച് ഇപ്പം അയൺ കാർബൺ ഇക്വിവലന്റ് ഡയഗ്രാം വെറുതെ ജസ്റ്റ് 4 പോയിന്റ് പറയാതെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇച്ചിരി സമയം നിങ്ങൾ കളഞ്ഞാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഒരു തറവ് നോളജ് അവിടെ കിട്ടുകയോ ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ? വളരെ കുറഞ്ഞ സമയം നമുക്ക് പഠിക്കാനുള്ളൂ. പഠിക്കുന്നത് വളരെ കൃത്യമായി പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം കൺസെപ്റ്റ് വൈസ് ക്വസ്റ്റൻ ആണ് ഹീറ്റ് ട്രീറ്റ്മെന്റ്. നമുക്ക് എപ്പോഴും സംശയം വരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഓക്കെ, അത്ര മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ്
നെക്സ്റ്റ് ഇതെന്താണ്? അപ്പം പിഗ് അയൺ വിൽ ബി ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, ദ ഫർണസ് യൂസ്ഡ് ഫോർ സ്മെൽറ്റിംഗ് അയൺ ഓർ കോൾഡ് ഓപ്പൺ കട്ട് ഫർണസ്, കുപ്പോള ഫർണസ്, ബ്ലാസ്റ്റ് ഫർണസ്, ഇലക്ട്രിക് ആർക്ക് ഫർണസ്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദ ഫർണസ് യൂസ്ഡ് ഫോർ സ്മെൽറ്റിംഗ് അയൺ ഓർ ഈസ് കോൾഡ്. പല രീതിയിൽ പല മെത്തേഡിൽ എനിക്ക് ഈ ക്വസ്റ്റ്യൻ കയറി വരാമെന്ന് മാത്രമേ ഉള്ളൂ. ദ ഫർണസ് യൂസ്ഡ് ഫോർ സ്മെൽറ്റിംഗ് അയൺ ഓർ ഈസ് കോൾഡ് ബ്ലാസ്റ്റ് ഫർണസ്. Next question. The main raw material required for producing pig iron are iron ore, coke and flux, iron ore, sand and zinc, coke, silica and slag, iron ore, carbon and water. So number 4, A will be the right answer. കാരണം നമുക്ക് എന്തൊക്കെ വേണം? അയൺ ഓർ വേണം, കാരണം സോഴ്സ് ഓഫ് ഫെറോ അല്ലേ, സോഴ്സ് ഓഫ് Fe, ഫ്യൂൽ ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് ഫ്ലക്സ് ഇമ്പ്യൂരിറ്റി റിമൂവർ. അത് മൂന്ന് ഓർത്തിരിക്കുക. കോക്ക് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ഏജന്റ് ആണെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവണം കേട്ടോ. നെക്സ്റ്റ്, ദ ടെമ്പറേച്ചർ റേഞ്ച് ഇൻസൈഡ് ദ ബ്ലാസ്റ്റ് ഫർണസ് ഡ്യൂറിംഗ് സ്മെൽറ്റിംഗ് ഈസ് അപ്രോക്സിമേറ്റ്ലി 400 തൊട്ട് 800, 1000 തൊട്ട് 1700, 1700 തൊട്ട് 2500, 600 തൊട്ട് 900. ഏതായിരിക്കും ആൻസർ? ക്വസ്റ്റ്യൻ നമ്പർ 6. The temperature range inside the blast furnace during smelting is approximately 1000 തൊട്ട് 1700 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 6. The chief iron ore used for producing pig iron are magnetite, hematite and limonite, bauxite, chalcopyrite and pyrite, galena, siderite and zincite, rutile, limonite and cassiterite. എല്ലാ സാധനങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. ഒരു ഓറ് നമുക്ക് വിടാനില്ല. ബോക്സൈറ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ബോക്സൈറ്റ് ആരുടെ ഓറ? ബോക്സൈറ്റ് എന്നാണ് ഓറ. ഇനി ഇന്റലിജന്റ് സ്റ്റുഡന്റ് ഇൻ ദിസ് ക്ലാസ് ക്യാൻ ആൻസർ. അലുമിനിയം അല്ലേ, എല്ലാവർക്കും അറിയാം. വെരി ഗുഡ്. ഏതാണ്? പറഞ്ഞേ. ബോക്സൈറ്റ്, അലൂമിനിയം അല്ലേ. എന്നാ പിന്നെ അടുത്ത മൂന്നാമത്തെ ഓപ്ഷന്റെ ഫസ്റ്റ് ഗലേന. ആരാണ് ഗലേനയുടെ ആള്? ലെഡ്, Lg അല്ലേ. ഗലേന. Okay, very good. Okay, next question. Option number 1 will be the right answer. കാരണം ഇതിന്റെ പെർസെന്റേജ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. The function of coke in the blast furnace is to form slag, act as flux, provide heat and reducing agent, increase carbon content. എന്തിനു വേണ്ടിയിട്ടാണ് കോക്ക് യൂസ് ചെയ്യുന്നത്? ഇത് തന്നെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന കാറ്റഗറി നമുക്ക് പെടുത്താം. The function of coke in the blast furnace is form slag, act as flux, provide heat and reducing agent. ഏതായിരിക്കും? Provide heat and reducing agent. Next, the substance added to combine with impurities in ore to form slag is called. The substance added to combine with impurities in ore to form slag is called is flux. ആണല്ലോ. Okay, which floats over molten iron. അത് ഓർത്തിരിക്കണം കേട്ടോ. ആ പോയിന്റ് നമ്മുടെ മനസ്സിൽ ഇപ്പൊ at the end of the class നമുക്ക് പരമാവധി പോയിന്റ്സ് നമ്മുടെ മനസ്സിൽ ഇന്ന് തന്നെ ഉണ്ടാവണം. Next, the most commonly used flux in blast furnace is silica, dolomite, limestone, magnesia. കാരണം ഇതില് കുറെ ഒരുവിധെല്ലാം ഇപ്പൊ ഡോളോമൈറ്റ് ഒക്കെ ഫ്ലക്സ് തന്നെയാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫ്ലക്സ് എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. വിഷ്ണു, നവീൻ, ഓക്കെ, നിതിൻ, അശ്വന്ത്, സി ലൈംസ്റ്റോൺ വിൽ ബി ദ റൈറ്റ് ആൻസർ. കാരണം മോസ്റ്റ് കോമൺ ഫ്ലക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. In a blast furnace, the raw material are charged in alternating layers of coke and slag, or coke and flux, ore and limestone only, coke and carbon. വളരെ important question ആണ്. In a blast furnace, the raw material are charged in a alternating layers of coke and slag, or coke and flux, ore and limestone only, coke and carbon. ഏതാണ്? B will be the right answer. ആ മെത്തേഡ് ഓർത്തിരിക്കുക. ഡബിൾ ബെൽ മെക്കാനിസം കേട്ടോ. ഡബിൾ ബെൽ മെക്കാനിസം വെരി ഇമ്പോർട്ടന്റ്. ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. ഡബിൾ ബെൽ മെക്കാനിസം. Next question. The temperature of the furnace just above the level of the toilets is approximately. മെൽറ്റിംഗ് സോൺ ടെമ്പറേച്ചർ വേറെ രീതിയിൽ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വേറെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതാണ്? 1000 തൊട്ട് 1000. Next, the molten iron is tapped at intervals through Pierce hole, slag hole, tapping hole, charging hole. Number 12.
ക്വസ്റ്റ്യൻ നമ്പർ 12 ഏതായിരിക്കും? ടാപ്പ് ചെയ്യുമ്പോൾ നെക്സ്റ്റ്. High amount of carbon in pig iron makes it soft and ductile, hard and brittle, tough and malleable, weak and porous. Number 13. High amount of carbon in pig iron makes it soft and ductile, hard and brittle, tough and malleable, weak and porous. Hard and brittle. Okay. അപ്പോൾ നമ്മൾ ഏകദേശം 13 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ വലിയ ഡിഫിക്കൽറ്റി ഒന്നുമില്ല, ആരും തന്നെ തെറ്റിച്ചിട്ടുമില്ല. അപ്പോൾ നമുക്കിനി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്ലാസ് പോവും. അപ്പൊ ലൈവ് ക്ലാസ്സുകൾ നമുക്ക് പരമാവധി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിട്ട് കൂട്ടാം. ചെറിയ ചെറിയ സെക്ഷൻസ് ആണെങ്കിൽ റെക്കോർഡ് ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യൂ കേട്ടോ. കാരണം നമുക്ക് വളരെ ചുരുങ്ങിയ സമയം, കാരണം സ്മിത്തി എന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിച്ചത് വി ഹാവ് ഇനഫ് ടൈം എന്നുള്ളതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി കേരള PSCക്ക് ഇനി വേറെ എക്സാമിനേഷൻ നടത്താൻ ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷ വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡിൽ പോകേണ്ടി വരും. ഓക്കെ, അപ്പൊ അതിനിടയ്ക്ക് ഈ പറയുന്ന വെൽഡറിന്റെ ക്ലാസ്സും വെൽഡറിന്റെ പരീക്ഷയുണ്ട്, അത് നിങ്ങൾ പാരലായിട്ട് നോക്കിക്കോ, അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏകദേശം 40-45 ദിവസം കിട്ടുന്നുണ്ട്. ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം ബേസ് ഉള്ള ഒരാളാണെങ്കിൽ അത് മതി, കുഴപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ പാരലൽ അതുകൊണ്ട് നോക്കുന്നതിൽ വലിയ തെറ്റില്ല. നോക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ, പുതിയതായിട്ട് നോക്കേണ്ട കാര്യം എല്ലാം പറയുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും എനിത്തിങ് എൽസ്? നമ്മൾ വൈൻഡപ്പ് ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മെല്ലെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.